രോഗിയായി കിടക്കുക. രോഗിയായി കിടക്കുന്ന ഒരാള്, അയാളെ നമ്മൾ സന്ദർശിക്കൽ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, രോഗിയെ സന്ദർശിക്കുന്ന ആള് അയാള് സ്വർഗത്തോപ്പിലാണെന്നാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ഹക്ക് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അതിൽ റസൂലുള്ളാഹി തങ്ങൾ ഒന്ന് പറഞ്ഞത് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ. അതിലെ ഇബാദത്ത് എന്ന് മാത്രമല്ല, മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ രോഗമായി കിടക്കുന്ന അവസ്ഥയിൽ നമ്മളെ സന്ദർശിച്ച ഒരാളെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നമ്മൾ മറക്കൂല. അത് മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ്, മനുഷ്യന്റെ ഒരു പ്രകൃതി അതാണ്. രാഷ്ട്രീയക്കാരൊക്കെ അത് മിസ്യൂസ് ചെയ്യും, അല്ലേ? പലരും അത് ചടങ്ങൊക്കെ ആക്കും. എന്നാലും വരുന്ന ആള് ആത്മാർത്ഥമായിട്ടല്ല വരുന്നതെങ്കിലും പോലും രോഗിയായി കിടക്കുന്ന ആളുടെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചെടുക്കാൻ കഴിയും. പലരും പറയില്ലേ, ഞാന് രോഗമായി കിടന്നപ്പോ ആ ബൈക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഓന് എന്നൊക്കെ പറയും. വളരെ അടുത്ത സുഹൃത്തുക്കളെ ഒക്കെ കുറിച്ച് അങ്ങനെ പറയും. എന്ന് പറഞ്ഞാൽ ചെറിയൊരു പനി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, എന്നാലും അത് വല്ലാതെ മനുഷ്യനെ സ്വാധീനിക്കും. ആ സമയത്ത് സന്ദർശിക്കാതിരിക്കലും, എന്നാൽ സന്ദർശിച്ചാലോ ആളെത്ര മോശക്കാരനാണെങ്കിലും ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ എന്റെ അടുത്തൊന്ന് വന്നിരുന്നു എന്ന് പറയും, അല്ലേ? അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അസുഖമായി കിടക്കുമ്പോൾ, രോഗിയായി കിടക്കുന്ന സമയത്തുള്ള സന്ദർശനം അയാളുടെ ഹൃദയം കീഴടക്കാൻ അതിനേക്കാൾ വലിയ ഒരു വഴി വേറല്ല. പക്ഷെ അതല്ല നമ്മുടെ ഉദ്ദേശം, അതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു പുണ്യകർമ്മമായിട്ടാണ്, മുസ്ലിമീങ്ങളുള്ള ഹക്ക് ബാധ്യതയായിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അതിനെ പഠിപ്പിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണില്ല. രോഗിയെ സന്ദർശിക്കൽ സുന്നത്തായ ഒരു ഇബാദത്താണ്. യുൻദബു ഇയാദത്തുൽ മരീദി, രോഗിയെ സന്ദർശിക്കൽ സുന്നത്തായ ഇബാദത്താണ്. രണ്ട് നിലയ്ക്കുള്ള രോഗികളുണ്ടാവും. ചില ആളുകളുടെ രോഗം മാറും എന്ന ശുഭ പ്രതീക്ഷ ഉണ്ടാവും. ചില ആളുകൾ അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പണിയാണ് എന്ന് പറയും നമ്മളാളെ കുറിച്ച്, അല്ലെ? അത് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു തോന്നണില്ല എന്നൊക്കെ പറയും. ആ അവസ്ഥയിൽ കിടക്കും. രണ്ട് നിലക്കുള്ള രോഗികളുണ്ടാവും. രോഗിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ, ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ, ഉറപ്പ് ഏതായാലും ഉണ്ടാവില്ലല്ലോ. അതിനിപ്പോ രോഗം ഒരു കാരണമല്ല. സംഗതി നമ്മൾ രോഗം ഒരു കാരണം എന്നൊക്കെ പറഞ്ഞാലും രോഗം യഥാർത്ഥത്തിൽ ഒരു കാരണമൊന്നുമല്ല. രോഗം അതിന്റെ ഒരു യഥാർത്ഥ കാരണമല്ല. പിന്നെ നമ്മൾ പറയും അയാൾക്ക് ഇന്ന അസുഖമായിരുന്നു. യഥാർത്ഥത്തിൽ മരണത്തിന്റെ കാരണം രോഗം ഒരു കാരണമൊന്നുമല്ല. അതൊക്കെ അതിന്റെ അജലാണ്. എത്തുന്ന സമയത്ത് അതിന് രോഗിയാണെങ്കിലും അല്ലെങ്കിലും ആ സമയത്ത് തീർന്നിരിക്കും. പിന്നെ പ്രതീക്ഷയാണ്. രോഗിയുടെ ജീവനിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ, അയാൾ ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം, അയാൾക്ക് വേണ്ടി ദുആരക്കുക. രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകും. അയൽവാസികളായ ഏതെങ്കിലും സ്ത്രീകൾ അസുഖമായി കിടക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ സന്ദർശിക്കാൻ പോകും. പല കാരണങ്ങളാണ്. ഒന്ന്, പുറത്തിറങ്ങാൻ കിട്ടിയ അവസരമാണ്. രണ്ട്, അവർക്കതൊരു ബാധ്യത എന്നുള്ളതിലേക്ക് പോകുന്നവരുണ്ടാവാം. പക്ഷേ സംസാരിക്കുന്ന സമയത്തുള്ള അശ്രദ്ധ പലപ്പോഴും ഗുണത്തിനേക്കാൾ ദോഷം ചെയ്യും.
അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ സംസാരം വളരെ ശ്രദ്ധിക്കണം. ചില ആളുകള് പനിച്ചു കിടക്കുന്ന രോഗിയായിരിക്കും. അയാളെ പോയി സന്ദർശിച്ച് അയാൾക്ക് പകുതി അസുഖം ഇവരെ സന്ദർശനം കഴിയലോടുകൂടെ കൂടും. എന്താ കാരണം? അവിടെ നിന്നിട്ട് പല വർത്താനം പറയും, വേറെ രോഗികളെ കഥ പറയാ. അതൊന്നും അവിടുന്ന് പാടില്ല. അവിടുന്ന് അതൊന്നും ചെയ്യരുത്. അവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞോളി, ആള് മിക്കവാറും ഇതില് തീരുന്ന തോന്നണമെന്നൊക്കെ പുറത്തിറങ്ങി പറയാ. അവിടുന്ന് ഒന്നും പറയാൻ പാടില്ല. ഇതെന്ത് പറയും? ചെറിയൊരു പനി, നമ്മൾ അങ്ങിയിലെ ആയിഷാത്താക്ക് ഇത്രയും അസുഖമില്ലായിരുന്നില്ല, ഇതിലേക്കാൻ എന്ത് ഉഷാറായിട്ടായിരുന്നെന്ന്. പക്ഷെ ഒരാഴ്ച നിന്നുള്ളൂ, പെട്ടെന്നാണ് പിന്നാണ് മരിച്ചത് എന്നൊക്കെ ഈ രോഗിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ പറയുന്ന ആൾ എന്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും രോഗിക്ക് അതോടുകൂടെ പകുതി ജീവൻ പോയില്ലേ. ഞാനിപ്പോ ഇന്റെ അത്രയും അസുഖമില്ലാത്ത ആയിഷാത്ത ഒരാഴ്ച കൊണ്ട് മരിച്ചു, അവ ഞാൻ അത്രയും നിൽക്കില്ല എന്നുള്ളതിന്റെ ഒരു ധ്വനി. അവ സംസാരം ശ്രദ്ധിക്കണം. രോഗിയെ സന്ദർശിക്കുന്നവർ അനാവശ്യമായ സംസാരങ്ങൾ, അപക്വമായ സംസാരങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ മറ്റു രോഗികൾ മരിച്ചതിനെ കുറിച്ച്, മരുന്ന് മാറിക്കുത്തിയതിനെ കുറിച്ച് ഇതൊന്നും അവിടുന്ന് സംസാരിക്കരുത്. അവരുടെ മുമ്പിൽ വെച്ച് അതൊന്നും സംസാരിക്കരുത്. അവർക്ക് പ്രതീക്ഷ കൊടുക്കണം. അസുഖം മാറുമെന്ന പ്രതീക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇസ്ലാമിൽ അതിലൊക്കെ വളരെ വ്യക്തമായ മര്യാദകളും അദബുകളും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ദഅ ലഹു, രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ ആ രോഗിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി പറയും, അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫീക്. 7 പ്രാവശ്യം രോഗിന്റെ അടുത്ത് വെച്ച് ഈ ദുആ പറയൽ സുന്നത്താണ്. ഇത് ദുആയാണ്, മന്ത്രമാണ്, എല്ലാമാണ്. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫീക്. പറഞ്ഞു നോക്കി, അസ്അലുല്ലാഹൽ അളീം. സഹോദരിമാര് പറയണം, ഇത് പഠിക്കണം അല്ലേ? പഠിക്കണം. ഇത് നമുക്ക് ആവശ്യമാണ്. ചെറിയൊരു ദുആയാണ്, ചെറിയ ഒരു ദുആയാണ്, ആർക്കും ചെയ്യാവുന്നതുമാണ്. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫീക്. അസ്അലുല്ലാഹൽ അളീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അളീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ രക്ഷിതാവായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അൻ യശ്ഫീക്, നിന്റെ അസുഖം ശിഫയാക്കലിന് ചോദിക്കുന്നു. ഇനി ഇത് കാണാതെ പഠിക്കാൻ കഴിയില്ലെങ്കിൽ, ഇത് പറയാൻ കഴിയില്ലെങ്കിൽ, ഓർമ്മ വരുന്നില്ലെങ്കിൽ മലയാളത്തിൽ ദ്വാരക്കുക. ഞാൻ എന്തൊരു ദ്വാര പഠിച്ചിരുന്നു, എനിക്കിപ്പോ അത് ഓർമ്മയില്ല, അവന് പിന്നെ വരാം എന്ന് പറയണ്ട. അവിടുന്ന് മലയാളത്തില് പറഞ്ഞാൽ മതി, അല്ലാഹു തആല എന്റെ അസുഖം ശിഫയാക്കട്ടെ എന്ന് ദ്വാരക്കുക, ചുരുങ്ങിയത്. അത് രോഗിക്ക് വലിയ ആശ്വാസമാണ്. രോഗിക്കത് വലിയ ആശ്വാസമാണ്. ഒരു നിസ്കാരവും കാര്യമൊക്കെ ഉള്ള ഒരു ദീനുമായി ബന്ധമുള്ള ഒരാള് അസുഖമായി കിടക്കുന്ന സമയത്ത് നമ്മളടുത്ത് വന്ന് ഇങ്ങനെ ഒന്ന് ദ്വാരക്കുക, അല്ലെങ്കിൽ ദ്വാരനൊന്ന് മന്ത്രിച്ചൂതാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ ആശ്വാസമാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ ചെയ്യാം. അതിനത് മൂല്യരന്നെ ഇപ്പോഴൊന്നൊന്നുമില്ല, അതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. വഇൻ ഖാഫ അലൈഹിൽ മൗതു, ഇനി രോഗിയിൽ മരണത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഇയാൾ മരിക്കും എന്ന പേടിയുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ രോഗത്തിൽ അയാൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്നാണ് നമ്മുടെ ധാരണ എങ്കിൽ, റഗബഹു ഫി തൗബത്തി വൽ വസിയ വറജാഹു ഫി റഹ്മത്തില്ലാഹ്. റഗബഹു ഫി തൗബ, തൗബയിൽ അയാളെ പ്രോത്സാഹിപ്പിക്കണം, പ്രേരിപ്പിക്കുക, തൗബക്ക് പ്രേരിപ്പിക്കുക. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ അയാളെ പ്രേരിപ്പിക്കുക, തൗബ കൊണ്ട് പ്രേരിപ്പിക്കുക. തൗബ കൊണ്ട് പ്രേരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചങ്ങായി വേണമെങ്കിൽ തൗബ ചെയ്തു എന്ന് പറഞ്ഞ പോലെ
ഈ അധികം നിൽക്കും തോന്നണില്ലാതൊരു വാണെങ്കിൽ വേഗം തൗബ ചെയ്തോന്നൊന്നും പറയരുത്. അത് പറഞ്ഞാൽ ചിലപ്പോ തൗബ അല്ല ഉണ്ടാവുക. അയാളോട് അതൊക്കെ ഹിക്മത്തിൽ പറയാം. ഏതായാലും ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ചുറ്റുപാടൊന്നും ഇല്ലല്ലോ, ഇപ്പോ കുറച്ചു കാലം റെസ്റ്റ് തന്നെയല്ലേ. അതുകൊണ്ട് എന്തായാലും ഇപ്പൊ ഇന്ത്യ എന്റെയൊക്കെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കിട്ടുന്ന സമയം വെറുതെ കളയണ്ട. കഴിഞ്ഞ രോഗിയായിരിക്കുമ്പോ അല്ലാഹു തആല ദുആ വേഗം സ്വീകരിക്കും. അപ്പോ പരമാവധി കിട്ടുന്ന സമയത്തൊക്കെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാറും തേടിക്കോ, പൊറുക്കലിനെ തേടിക്കോ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അതൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രപൂർവം പറയാം. മനസ്സിലായോ? നമ്മളെയും കൂടി അതിലാണ് കൂട്ടുക, എന്നാ പ്രശ്നമല്ലല്ലോ. അതൊക്കെ ഹിക്മത്തിൽ പറയാം. തൗബ കൊണ്ട് പ്രേരിപ്പിക്കുക. വൽ വസിയ്യത്തി, വസിയ്യത്ത് കൊണ്ടും അയാളെ പ്രേരിപ്പിക്കുക. വസിയ്യത്ത് കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്താൻ പറയാം. അത് രോഗിയായി കിടക്കുന്ന സമയം വരെ അതിന് വെയിറ്റ് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? ഇപ്പൊ കടം, ബാധ്യതകൾ, അതൊക്കെ ഹിക്മത്തിൽ പറയണം. ബാധ്യതകള് അതൊക്കെ എഴുതി ക്ലിയറാക്കി വെക്കുക. സമ്പത്ത്, സ്വത്തിന്റെ കാര്യവും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഒരു റെക്കോർഡാക്കി വെക്കുക. അതൊക്കെ രോഗിയാണിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ അതാ നല്ലത്. ബാധ്യതകൾ, കടങ്ങളൊക്കെ എഴുതി വെക്കണം. ഇത് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഏത് മയ്യത്ത് വന്നാലും മയ്യത്ത് എടുത്തു വെച്ചിട്ട് മൂലയൊരു പറച്ചിലുണ്ട്, ഇത് ഈ മയ്യത്തിന് ആരെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ മൂത്ത മോൻ സുലൈമാനായിട്ട് ബന്ധപ്പെടണം. അല്ലേ? വാപ്പാനെ കൊണ്ട് ജീവിതകാലത്ത് മുഴുവൻ സുലൈമാൻ 10 പൈസന്റെ ഗുണം കിട്ടിയിട്ടില്ല. വല്ലതും കിട്ടിയിരിക്കണമെങ്കിൽ അത് ചെറിയ അനിയനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. വാപ്പ മരിച്ചതിന്റെ ശേഷമൊക്കെ കൂടെ തലയിൽ വന്നത് ആരതാ? സുലൈമാന്റെ തലയില. ഏറ്റവും ചുരുങ്ങിയത് പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ വല്ലതും തോന്നിപ്പോകാനുള്ള സാധ്യതയല്ലേ? തോന്നുന്നല്ല, തോന്നണമെന്നുമല്ല, സാധ്യത ഉണ്ടല്ലോ അല്ലേ? ഇയാൾ മനുഷ്യന് പണിണ്ടാക്കി എന്നൊരു തോന്നി മനസ്സിൽ തോന്നിയാൽ കഴിഞ്ഞില്ലേ, വിഷമാണ്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. മറ്റൊരാൾക്ക് ഭാരമാകുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ അതിന്റെ ആ സമയത്തിന് കാത്തു നിൽക്കണ്ട, റെക്കോർഡാക്കി വെക്കുക. അത് നല്ലതാ. പല ഗുണങ്ങളും അതുകൊണ്ടുണ്ട്. ഒന്ന്, കടങ്ങള് കൊടുക്കാനുള്ളത് രേഖപ്പെടുത്തിയാൽ ആളുകൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് വീട്ടാം, ബാക്കിയുള്ളവർക്കെങ്കിലും. ചിലത് കിട്ടാനുള്ളതും ഉണ്ടാവും, അത് കിട്ടണമെങ്കിലും വേണം എഴുതി വെക്കുക. ഒരുപാട് അപകടങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. കഫംപുട വിറ്റ് ഉപജീവനം നടത്തിയ ആളുകൾ ജീവിച്ച ലോകാണത്. ഒരു നാട്ടിലൊരാൾ മരിക്കുക, ആരാണ് ഈ ദിവസം മരിക്കുന്നതെന്ന് അന്വേഷിച്ച് നടക്കുക. എന്നിട്ട് മരിച്ച ആ ജനാസ കർമ്മത്തിലൊക്കെ പങ്കെടുത്തിട്ട് മയ്യത്ത് മറമാടുന്ന കബറ് അടയാളം വെച്ച് പോരാ. എന്നിട്ട് അന്ന് രാത്രി ഇരുളിന്റെ മറവിൽ പോയി കബറ് മാന്തി കഫംപുട പുറത്തെടുത്ത് അലക്കി വൃത്തിയാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കഴിച്ച ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. പിന്നീട് നന്നായി. എന്നാലും അപ്പൊ മനുഷ്യൻ ചിലപ്പോ എന്തും ചെയ്യും. അപ്പൊ ഇയാൾ എനിക്ക്, എന്റെ വാപ്പ എനിക്കൊരു 10 ഉറുപ്പ്യ തരാണ്ടായിരുന്നു, അല്ലെങ്കിൽ 20 ഉറുപ്പ്യ തരാണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല കണക്കും പറഞ്ഞ് പലരും വരാം. അതിൽ നമ്മുടെ കുടുംബങ്ങൾ പെടൂല. എഴുതി റെക്കോർഡാക്കി വെക്കുക. കാര്യങ്ങളൊക്കെ വസിയ്യത്ത് എഴുതി രേഖപ്പെടുത്തുക. അത് മരിക്കാനും അസുഖാകാനും കാത്തിരിക്കേണ്ട, അതിന്റെ മുമ്പന്നെ അതൊക്കെ ചെയ്യാം. ഒരാൾക്ക് 1 ഉറുപ്പ്യ കൊടുക്കാണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. രേഖപ്പെടുത്തിയിട്ടും കാര്യമില്ല. രേഖപ്പെടുത്തി പുസ്തകം ഡയറിയൊക്കെ അലമാരയിൽ വെച്ച് പൂട്ടി ചാവി അരയിൽ വെച്ച് മരിച്ചാൽ ചാവി ബാക്കിയുള്ളവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ ഭാര്യയോട്, അടുത്ത ബന്ധുക്കളോട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ആരോടെങ്കിലുമൊക്കെ ഈ വിവരം പറയാം. എന്റെ കാര്യങ്ങളൊക്കെ പിന്നെ എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അതിന്റെ മട്ടം പോലെയൊക്കെ ചെയ്യണം എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞേൽപ്പിക്കുക. ഇതൊക്കെ മനുഷ്യൻ ചെയ്യേണ്ടതാണ്. കാരണം എപ്പോഴാണ് ഇത് തീരാന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. നമ്മളെയൊക്കെ തലയിൽ എന്തെല്ലാം ബാധ്യതകളുണ്ട്. അല്ലാഹു തആല ബാധ്യതയോടുകൂടെ മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ സലാമത്താക്കട്ടെ. റൂഹ് പിരിയുന്നതിന്റെ മുമ്പ് എല്ലാ ഹക്കടപാടുകളും സാമ്പത്തികമായതും അല്ലാത്തതുമായ മുഴുവൻ ബാധ്യതകളും തീർത്ത് മറ്റൊരാളെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കാത്ത രീതിയിലുള്ള മരണം
അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ റഗബഹു ഫിത്തൗബതി വൽ വസിയ്യ, അയാളിൽ മരണം ഭയപ്പെടുന്നുണ്ടോ എങ്കിൽ തൗബ കൊണ്ടും വസിയ്യത്ത് കൊണ്ടും അയാളെ പ്രേരിപ്പിക്കുക. വറജ്ജാഹു ഫീ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ അയാൾക്ക് ആഗ്രഹമുണ്ടാക്കുക, പ്രതീക്ഷ കൊടുക്കുക. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അയാളെ പ്രതീക്ഷ ഉണ്ടാക്കുക. റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുക. ഇതൊക്കെയാണ് മരണം ഭയപ്പെടുന്ന ഒരു രോഗിയെ അടുത്ത് വെച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മരണം ഹാദിറായാൽ, അയാൾക്ക് സക്കറാത്തിന്റെ ഹാലത്തിലാണെങ്കിൽ മുജ്ജിഹലിൽ ഖിബില, ആ രോഗിയെ ആദ്യം ഖിബിലക്ക് അഭിമുഖമാക്കി കിടത്തുക. മരണാസന്നനായി കിടക്കുന്ന, സക്കറാത്തിന്റെ വേദന അനുഭവിക്കുന്ന, സക്കറാത്തിന്റെ വിഷമതകൾ അനുഭവിക്കുന്ന രോഗിയുടെ അടുത്ത് വെച്ച് വാവിട്ട് കരയൽ, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് മറ്റുള്ളവരെ വിവരമറിയിക്കൽ, അതേപോലുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിന് പകരം ഈ രോഗിക്ക് അല്ലെങ്കിൽ സക്കറാത്തിൽ കിടക്കുന്ന ആൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾക്കാണ് ഏറ്റവും പരമപ്രാധാന്യം നൽകേണ്ടത്. മുജ്ജിഹലിൽ ഖിബില, ആ മനുഷ്യനെ ഖിബിലക്ക് അഭിമുഖമാക്കി തിരിച്ചു കിടത്തുക, ചെരിച്ചു കിടത്തുക. അഭിമുഖമാക്കി കിടത്തുക എന്ന് പറഞ്ഞാൽ വലത് ഭാഗത്തിന്റെ മേൽ ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തുക, വലത് ഭാഗത്തിന്റെ മേൽ കിടത്തുക. അതിന് പ്രയാസമുണ്ടെങ്കിൽ ഇടത് ഭാഗത്തിന്റെ മേൽ കിടത്തുക, അതിനും കഴിയില്ലെങ്കിൽ മലർത്തി കിടത്തുക, എന്നിട്ട് തലയണ വെച്ചു കൊടുക്കുക. മനസ്സിലായോ? ഈ 3 രീതിയിലും കിടത്താം. ചിലപ്പോൾ വലത്തെ ഭാഗത്തേക്ക് കിടത്താൻ പറ്റിക്കോളുന്നില്ല. അയാളുടെ രോഗിയുടെ പ്രയാസം, പ്രശ്നങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഇടത് ഭാഗത്തിന് മേൽ ചിരിച്ചു കിടത്താം, കിബിലയിലേക്ക് അഭിമുഖമാക്കിയിട്ട്. അല്ലെങ്കിൽ മലർത്തി കിടത്തുക, നേരെ കിബിലന്റെ ഭാഗത്തേക്ക് കാലാകുന്ന രീതിയിൽ മലർത്തി കിടത്തുക, എന്നിട്ടൊരു തലയണ വെച്ചു കൊടുക്കുക. അയാൾക്ക് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുക, ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ മരണമാസന്ന ആയ ആൾക്ക്, മരണാസന്നനായി കിടക്കുന്ന ആൾക്ക്, സക്കറാത്തിൽ കിടക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. ബിലാ ഇൽഹാഹിൻ, നിർബന്ധിക്കാതെ, നിർബന്ധിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറവുമ്മാന്ന് പറഞ്ഞിട്ട് പിടിച്ച് കുലുക്കി നിർബന്ധിച്ച് ഇടങ്ങേറാക്കരുത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അയാൾ അർഹനാണെങ്കിൽ, നിർബന്ധിച്ചിട്ടില്ലെങ്കിലും അയാൾ ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അയാൾ അർഹനല്ലെങ്കിൽ അയാളെ എന്ത് ചെയ്താലും അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. അല്ലാഹു തആല കാക്കട്ടെ. കലിമത്തു ഷഹാദ ചൊല്ലാതെയുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നവരിൽ അല്ലാഹു നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. അപ്പൊ നിർബന്ധിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ നിർബന്ധിക്കരുത്. നിർബന്ധിക്കരുത് എന്ന് മാത്രമല്ല, ഇത് ചൊല്ലിക്കൊടുക്കുന്ന ആളുകൾ ആരാണെന്ന് ശ്രദ്ധിക്കണം. തുഹുമ്മത്ത് വരാൻ സാധ്യതയുള്ളവർ ചൊല്ലിക്കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് മകൻ ചൊല്ലിക്കൊടുക്കരുത്. മനസ്സിലായോ? ഭാര്യക്ക് ഭർത്താവിന് ഭാര്യ ചൊല്ലിക്കൊടുക്കരുത്. കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ആരുമില്ലെങ്കിൽ ചെല്ലരുത് എന്നല്ല. വേറെ അജ്നബികളായ, അന്യരായ, തെറ്റിദ്ധരിക്കാൻ സാധ്യതയില്ലാത്ത ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവർ ചൊല്ലണം. വാപ്പാക്ക് മകൻ ചൊല്ലിക്കൊടുക്കുമ്പോ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. ചില വാപ്പാര് എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും മുതലിനോടുള്ള ചാക്ക് തീരൂല. അങ്ങനത്തെ വാപ്പാർക്ക് ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ എന്നാൽ അയാൾ ചൊല്ലല്ലയ്യ. അയാൾ ഈ ഹംക്കിന് ഞാൻ ഈ കിടത്തം കിടക്കുമ്പോൾ എന്റെ മുതലിനോടാണ് അവന്റെ താല്പര്യം, എന്റെ പണി തീർന്നു കിട്ടായിട്ട് അവന് നേരം വൈകിക്കണെന്നൊക്കെയാണ് ഇയാൾ മനസ്സിൽ വിചാരിക്കുക.
മനസ്സിലായോ? കാരണം മനുഷ്യൻ മരിക്കുകയാണെന്ന് അംഗീകരിക്കൂല. ഏത് വയസ്സായ ആൾക്കാരോട് 85 കഴിഞ്ഞവനോട് നിങ്ങൾക്ക് എത്ര വയസ്സായി ചോദിച്ചു നോക്കി, എനിക്കിപ്പോ ഒരു 85, 86 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നാ പറയാ. എന്റെ ജ്യേഷ്ഠൻ ഉണ്ട് 95 വയസ്സായിക്കണം എന്നും പറയും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി മൊത്തം ബാക്കി കിടക്കാണ്. അതാ മനുഷ്യന്റെ പ്രകൃതി. മനുഷ്യനെ അംഗീകരിക്കൂല. വേദന, ശരീരത്തിന് സക്കറാത്തിന്റെ വേദന മനുഷ്യന് വരാൻ തുടങ്ങിയാലും ഞാൻ മരിക്കുകയാണെന്ന് തോന്നൂല. ഏതസുഖമാണെങ്കിലും പനി പിടിക്കുകയാണെങ്കിൽ ഇത് മാറുമെന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏതോ ഒരു അസുഖത്തിലാണ് അവന്റെ അന്ത്യം. അല്ലെ? ഇത് മാറും എന്ന് പ്രതീക്ഷിക്കുന്ന ഏതോ ഒരു അസുഖത്തിലാണ് അവന്റെ അന്ത്യം വരാനുള്ളത്. അപ്പൊ അത് അംഗീകരിക്കൂല. അപ്പൊ വാപ്പ സക്കറാത്തിനാണെന്ന് മകന് തോന്നിയോണ്ട് കാര്യമില്ല. വാപ്പാക്ക് ഇത് സക്കറാത്താൻ തോന്നിക്കൊള്ളുന്നില്ല. വാപ്പ ഞാൻ ഇതിലേറെ വലിയ അപകടത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് വാപ്പാക്ക് തോന്നുക. അപ്പൊ ഇവന് ഞാൻ മരിക്കാഞ്ഞിട്ട് നേരം വൈകിയിട്ടുണ്ട് എന്നൊക്കെ തോന്നാം. അതേപോലെ തന്നെ ഇയാളുടെ ശത്രുക്കളായ ആളുകൾ ചൊല്ലിക്കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? ചൊല്ലൂല. വാശി പിടിച്ചിട്ട് ചൊല്ലൂല. ഓനാരായി ഇരിക്കലായാലുള്ള ചൊല്ലിത്തരാൻ, ഓൻ ചൊല്ലിത്തന്ന് ചൊല്ലിയാടൊന്നും ഇപ്പൊ എനിക്ക് മരിച്ചോളണമെന്നില്ല. മനുഷ്യന്റെ വാശി അങ്ങനെയല്ലേ? അല്ലേ? ചില ആൾക്കാരെ ദുർവാശിയിലിട്ടില്ലേ? എണീക്കാൻ കഴിയില്ല, എന്നാലും ഭാര്യയോടുള്ള പണക്കം ചെറിയ പണക്കായിരിക്കും. അപ്പൊ ഈ മകൻ വീഴണ്ടെന്ന് കരുതിയിട്ട് ഭാര്യ പോയി പിടിക്കണം. ഈ എന്നെ പിടിക്കണ്ട എന്ന് പറയും. എന്തേ? ഈ പിടിച്ചിട്ടൊന്നും ഇപ്പൊ എനിക്ക് എണീറ്റോളണമെന്നില്ല എന്നൊക്കെ ആണ് പറയും. വാശി, ദുർവാശി, ചൊല്ലിക്കൊള്ളണമെന്നില്ല. അപ്പോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരും. അപ്പൊ തുഹുമത്തുണ്ടാകാൻ സാധ്യതയുള്ളവർ ചൊല്ലിക്കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതില്ലാത്ത ആളുകൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, പുറത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. അതന്നെ എങ്ങനെ ചൊല്ലേണ്ടത്? ഇയാളുടെ അടുത്ത് വെച്ചിട്ടില്ല ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് കുറച്ചു സമയം വെറുതെ വിടുക. എന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കുക. അയാൾ ചൊല്ലിയാൽ പിന്നെ അയാളോട് വേറെ സംസാരങ്ങൾക്കും നിൽക്കരുത്, ചൊല്ലിക്കൊടുക്കാനും നിൽക്കരുത്. മനസ്സിലായോ? അയാൾ ചൊല്ലിയ ശേഷം അയാൾ മറ്റു സംസാരങ്ങളിലേക്ക് നീങ്ങി എങ്കിൽ വീണ്ടും ചൊല്ലിക്കൊടുക്കുക. എന്തായാലും നിർബന്ധിക്കാൻ പാടില്ല. ഞാൻ കണ്ടിട്ടുണ്ടൊരിക്കെ നമ്മളെ ബന്ധത്തിൽപ്പെട്ട ഒരാള് സക്രാത്തിൽ കിടക്ക ഹോസ്പിറ്റലില. ആ സമയത്ത് മോളടുത്ത് നിന്നിട്ട് മോള് കരഞ്ഞുകൊണ്ടാണ് ഇത് ചൊല്ലിക്കൊടുക്കുന്നത്. വാപ്പ അത് ചൊല്ലണത് മോള് കേൾക്കണില്ല. ഈ വാപ്പ ഒരാഴ്ചയായി ബോധമില്ലാതെ കിടക്കുക ഹോസ്പിറ്റലിൽ. ഒരാഴ്ചയായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന പ്രായമുള്ള മനുഷ്യനാണ്. ഇനിയിപ്പോ ഇവള് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നത് അത് ഏറ്റു ചൊല്ലാൻ അയാൾക്ക് പെട്ടെന്നൊരു ഊർജം കിട്ടണം. അത് നടക്കുവോ? അവർക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഉള്ളിൽ ഓർമ്മ ഉണ്ടായാൽ പോരെ. മിക്ക ആളുകൾക്കും അങ്ങനെ ഉണ്ടാവുന്ന ഞാൻ അറിഞ്ഞത്. ഏത് അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിലും ഉള്ളിൽ സക്കറാത്തിന്റെ സമയം വരുമ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം. ഉള്ളിലൊരു ഓർമ്മ കിട്ടിയാൽ മതി, അല്ലാൻ അത് മതിയല്ലോ. അപ്പോ നിർബന്ധിക്കരുത്. ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന ആൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക മാത്രല്ല, അവിടെ ഈ ചൊല്ലിക്കൊടുക്കുക എന്ന് പറയുമ്പോ ചൊല്ലേണ്ട ആളുകൾ ചൊല്ലൂലേ? അല്ലേ? അല്ലാത്ത ആൾക്കാരെ പറ്റി ചൊല്ലിച്ചിട്ടും കാര്യമില്ല, ചൊല്ലൂലല്ലോ. അങ്ങനെയല്ല. അവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മരണാസന്നനായി കിടക്കുന്ന, സക്കറാത്തിൽ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ നമ്മൾ ഊഹിക്കുന്നത് പോലെയല്ല. അയാൾ ആലമുൽ ബർസഖിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ബർസഖിയായ ലോകത്തേക്കുള്ള മുന്നൊരുക്കത്തിലാണ്. അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് അയാൾ. നമ്മൾ കാണാത്ത പലതും അയാൾ കാണുന്ന സമയമാണത്. നമ്മൾ കേൾക്കാത്ത പല ശബ്ദവും അയാൾ കേൾക്കുന്ന സമയമാണത്. നമ്മൾ കാണാത്തത് പലതും അയാൾ കേൾക്കാനും. അവിടെ മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ടാകും. അവിടെ ശൈത്താന്മാരുടെ സാന്നിധ്യമുണ്ടാകും. എല്ലാം ഉണ്ടാകും.
വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. നീ കാണുകയായിരുന്നുവെങ്കിൽ ഇദ് യതവഫല്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകളെ മരിപ്പിക്കുന്ന സന്ദർഭം, രംഗം നീ കാണുകയായിരുന്നുവെങ്കിൽ, അൽ മലായിക, ആര് മരിപ്പിക്കുക? മലക്കുകൾ. കാഫിരീങ്ങളായ ആളുകളെ മലക്കുകൾ മരിപ്പിക്കുന്ന രംഗം നീ കാണുകയായിരുന്നുവെങ്കിൽ, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും പെരടിയിലും പുറത്തും മലായികത്തുകൾ അടിച്ചുകൊണ്ടിരിക്കും, പ്രഹരിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വദൂഖൂ അദാബൽ ഹരീഖ്, വരാനിരിക്കുന്ന അവന്റെ ശിക്ഷകളെക്കുറിച്ച്, ഭവിഷ്യത്തുകളെക്കുറിച്ച്, അവന്റെ അദാബിന്റെ കാഠിന്യത്തെക്കുറിച്ച് അവനോട് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ മരിച്ചുവാ, നിനക്ക് ഇനി ശിക്ഷകളൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യല്ലേ? അള്ളാന്റെ കലാമാണ്, വിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങൾ അങ്ങനെ തന്നെ. മുഅ്മിനീങ്ങളുടെ സന്നിധിയിൽ റഹ്മത്തിന്റെ മലായികത്ത് വരും. റഹ്മത്തിന്റെ മലായികത്ത് വരുമെന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളും നിഅമത്തുകളും വർണ്ണിച്ച് പറഞ്ഞവനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപിരിയാൻ കാത്തു നിൽക്കുകയാണ് റഹ്മത്തിന്റെ മലായികത്തുകൾ മുഅ്മിനീങ്ങളുടെ. അവന്റെ റൂഹിനെ എതിരേൽക്കാൻ, ഇല്ലീനിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ, സുഗന്ധം പരിമളം അടിച്ചു വീശുന്ന ഈ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി മലായികത്ത് സ്വഫൻ സ്വഫായി കാത്തു നിൽക്കുകയാണ്. നമ്മൾ കാണുന്നില്ല. ചില ആളുകളൊക്കെ പറയും, സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ മരണരംഗം കണ്ട ആളുകളൊക്കെ പലരും ഇവിടെ ഉണ്ടാവും. ചില ആളുകളൊക്കെ പറയും, നിങ്ങളൊന്നാണ് മാറി നിൽക്കുക, ഡോറൊക്കെ ഒന്ന് തുറന്നു കൊടുക്ക്, അവരൊക്കെ ഒന്ന് വരട്ടെ എന്നൊക്കെ പറയും അല്ലേ മരിക്കുന്ന ആളുകൾ. ചില ആളുകൾ മാടി വിളിക്കും, ചില ആളുകൾ ആരെയോ മാടി വിളിക്കും, ആരെയൊക്കെയോ അത്ഭുതത്തോടുകൂടെ നോക്കും, പലരും ചിരിക്കും. എന്താ അർത്ഥം? നമ്മൾ കാണുന്നില്ല പലതും, അവര് പലതും കാണും. അവിടെ മലായികത്തിന്റെ സാന്നിധ്യമുണ്ട്. ആലമുൽ ബർസഖിലേക്കുള്ള തയ്യാറെടുപ്പാണ്. അത് നമ്മൾ കാണാത്ത, നമുക്ക് മനസ്സിലാകാത്തൊരു ലോകമാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ശൈത്താൻ വളരെ അതിശക്തമായി മനുഷ്യനെ പഴപ്പിക്കാൻ ശൈത്താൻ പഠിച്ച പണി 18 പയറ്റുന്ന സമയമാണ്. എന്തേ? ഇപ്പൊ ഇവനെ കിട്ടിയാലേ ഒരാളെയും കൂടി അവനെ കിട്ടുള്ളൂ. ഇപ്പോഴവനെ കിട്ടിയില്ലെങ്കിൽ ഇനി അവനെ കിട്ടില്ല, അല്ലേ? ഇതവന്റെ അവസാന സമയമാണ്. ഈ സമയത്ത് അവനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവനെ കിട്ടാനില്ല. ഇനി അവൻ മുഅ്മിനായിട്ട് സ്വാലിഹ് ആഖിബത്ത് നന്നായി പോയിട്ടുണ്ടെങ്കിൽ ശൈത്താൻ ഒരു അനുയായി ഉറഞ്ഞു പോകും. അതുകൊണ്ട് ശൈത്താൻ പരമാവധി മുഅ്മിനീങ്ങളടുത്തും കാഫിരീങ്ങളടുത്തും ശൈത്താൻ അധ്വാനിക്കും, ശ്രമിക്കും. കാഫിരീങ്ങളടുത്ത് വിജയിക്കും, മുഅ്മിനീങ്ങൾ അവൻ ആട്ടിയോടിക്കും. ആട്ടിയോടിച്ചാലും അവൻ പോവില്ല. അതുകൊണ്ട് നമ്മള് മജ്ലിസുന്നൂറിലൊക്കെ അങ്ങനെ അല്ലേ, തവസ്സുൽ ബൈത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മനുഷ്യൻ അതിശക്തമായി അവന്റെ തൊണ്ടയിൽ വെള്ളം വറ്റുന്ന സമയം, എത്ര വെള്ളത്തിന് വെള്ളം കുടിച്ചാലും കോരി കുടിച്ചാലും ദാഹമകറ്റാൻ കഴിയാത്ത അത്രയും ദാഹപരവശനായി പോകുന്ന സമയം, ശരീരത്തിന്റെ മിക്ക എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവന്റെ റൂഹിനെ പറിച്ചെടുക്കുകയാണ്. രോമകൂപ്പങ്ങളിൽ നിന്ന് പോലും റൂഹിനെ വലിച്ചെടുക്കുകയാണ്. അതിന്റെ അതിശക്തമായ വേദന, അതിശക്തമായ അസ്വസ്ഥത, വല്ലായ്മ മനുഷ്യന്റെ
അവന്റെ തൊണ്ട ഉണങ്ങിപ്പോകും, ചുണ്ടുകൾ ഉണങ്ങിപ്പോകും. സക്കറാത്തിന്റെ ഹാലത്തിൽ കിടക്കുന്ന ആളുകളെ കണ്ടവർക്കറിയാം, എത്ര വെള്ളം കൊടുത്താലും ചുണ്ടുകൾ പഞ്ഞിയിൽ വെള്ളം ഒഴുക്കിയ പോലെ ചുണ്ടിൽ വെള്ളം നിൽക്കില്ല, ചുണ്ടിൽ നനവ് ബാക്കിയാവില്ല, ഉണങ്ങിക്കൊണ്ടിരിക്കും, ദാന്തില്ല. ആ സമയത്ത് ശൈത്താൻ പാനപാത്രവുമായി ദാഹജലവുമായി ഓരോരുത്തരെയും സമീപിക്കും. എന്നിട്ട് അവൻ അത് വെച്ച് നീട്ടും, ആഗ്രഹിച്ചു പോവും. എന്ത് വില കൊടുത്തും അത് വാങ്ങാൻ മനുഷ്യൻ ആഗ്രഹിച്ചു പോവും. ആ സമയത്ത് അത് ശൈത്താനാണ് എന്ന തിരിച്ചറിയും മുഅ്മിനീങ്ങൾ. അല്ലാത്തവർക്ക് തിരിച്ചറിഞ്ഞോളുന്നില്ല. അല്ലാഹു തആല ശൈത്താന്റെ ഷർറിൽ നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ മജ്‌ലിസിനുള്ള തവസ്സുൽ ബൈത്ത് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ആ സമയത്ത് ശൈത്താൻ ദാഹജലവുമായി ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങളെ നീ സലാമത്താക്കണേ എന്ന് ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അയാളുടെ അടുത്തുണ്ട്, ഒരുപാട് രംഗങ്ങൾ അയാളുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മുഅ്മിനീങ്ങളാണെങ്കിൽ പോലും ഷഹാദത്തിന്റെ വാചകം ഉച്ചരിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെ, പലതും അയാൾ മശൂലാണ്, പലതിലും അയാൾ ശൂലാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല ശ്രദ്ധകൾ പല ഭാഗത്തേക്കും പോകുന്നത് കൊണ്ട് ഷഹാദത്ത് ചൊല്ലാൻ മറന്നു പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്താൻ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നത് കൊണ്ട് സാധിക്കും. അപ്പൊ നമ്മളിങ്ങനെ അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ അപ്പൊ അയാൾക്ക് ഓർമ്മയാവും, ആ ഷഹാദത്ത് ചൊല്ലണല്ലോ എന്ന്. അപ്പൊ അയാളത് ചൊല്ലും. അല്ലാത്തൊന്നും ഇപ്പൊ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു തആല കാക്കട്ടെ. അതാണ് വലുഖിന ഷഹാദത്തു ബിലാ ഇൽഹാ, നിർബന്ധിക്കൽ കൂടാതെ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണം. പിന്നെയോ വഖുരിഅ ഇൻദഹു സൂറത്തു യാസീൻ, അയാളുടെ അടുത്ത് വെച്ച് യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കണം. യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുക. യാസീൻ ഓതുക സക്കറാത്തിന്റെ ഹാലത്തിൽ കിടക്കുന്ന ആളെടുത്ത് വെച്ചിട്ട്. അവിടെ നലിമ്പൊളിയും കൂട്ടല്ല, സ്ത്രീകളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതലും. അവിടെ കരഞ്ഞ് ബഹളം വെച്ച് ഈ ശൈത്താന്മാരെ കൂട്ടത്തിൽ നമ്മളും കൂടി ഒരു ശൈത്താനാകാൻ നിൽക്കണ്ട. നമ്മള് പക്വത പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെയാണ്. നമ്മുടെ ധൈര്യം, നമ്മുടെ പക്വത, ആണത്വം, ഇതൊക്കെ പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള സമയങ്ങളിലാണ്. ഇമ്മിന് പോയി മൊസലൊക്കെ വീർത്തിട്ടുണ്ടാവും, പക്ഷെ ഒരു കാര്യം വരുമ്പോ ആദ്യം കരയിലോനായിരിക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് മനുഷ്യന്റെ സ്ഥൈര്യവും പക്വതയും പ്രകടിപ്പിക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്താ ചെയ്യേണ്ടത്, അവിടെ ചെയ്യേണ്ടത് ഏറ്റവും അനുയോജ്യമായത് ഇതൊക്കെയാണ്. കരയാൻ പാർക്ക കഴിയാത്തത് അതിനാർക്കും കഴിയും. എന്നിട്ട് ഇതൊക്കെ ചെയ്യാം. വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും, അതൊക്കെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കണം. സൂറത്തു യാസീൻ, അയാളുടെ അടുത്ത് വെച്ച് യാസീൻ സൂറത്ത് ഓതുക. അത് റൂഹിനെ പിടിക്കണ സമയത്ത് ഒരു ആശ്വാസം ഉണ്ടാക്കും. യാസീൻ സൂറത്ത് ഇങ്ങനെ ഓതിയാൽ ഒന്ന് മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഖുർആൻ ഓതുന്ന സ്ഥലല്ലേ, മുബാറക്കായ ഒരു മജ്‌ലിസാകുന്നത്. അതോടൊപ്പം മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും, റഹ്മത്തിന്റെ. അതോടൊപ്പം യാസീൻ സൂറത്ത് സക്കറാത്തിൽ കിടക്കുന്ന ആളുടെ ആ അവസ്ഥയ്ക്ക് ഒരു ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് യാസീൻ ഓതുക. പറ്റുമെങ്കിൽ സൂറത്തുർ റഅദും ഓതുക. സൂറത്ത് യാസീൻ കുറച്ച് ഉറക്കി ഓതുക, റഅദ് പതുക്കെ ഓതുക. സൂറത്തുർ റഅദും സമയമുണ്ടെങ്കിൽ ഓതുക. അയാൾക്ക് തണുത്ത വെള്ളം അയാൾക്ക് ഞാൻ തൊട്ട് കൊടുക്കുക. ഗ്ലാസ്സിലൊന്നും വെള്ളം കൊടുക്കാൻ ആ സമയത്ത് കഴിയില്ലല്ലോ, അല്ലേ? അതിനൊന്നും കഴിയില്ല. സാധാരണ ഈ വിളക്കിന്റെ ഒക്കെ തിരി ഉണ്ടാക്കുന്നത് പോലെ ഒരു തിരി ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത്. അത് ഒരു സൗകര്യ, ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കുക. അതേ കഴിയൂ, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, പക്ഷെ അതേ കഴിയുള്ളൂ. അതുകൊണ്ടെന്താ വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ ചുണ്ട് നനച്ചു കൊടുത്തിട്ടുണ്ട്, എന്നാലും അതൊരു ആശ്വാസമാണ്. അതേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നനഞ്ഞ മുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ നെറ്റി മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക, അതൊക്കെ ഒരു ആശ്വാസം. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊക്കെയാണ്
അതേപോലെ തന്നെ വലാ യുഖറബു മിൻഹുൽ ഹായിളു വൽ ജുനുബു, ജനാപത്തുകാരും ഹൈളുകാരികളും അയാളുടെ അടുത്ത് നിൽക്കാതിരിക്കുക. ഹൈളുള്ള സ്ത്രീകൾ, അശുദ്ധിയുള്ള സ്ത്രീകൾ അവിടെ നിന്ന് മാറി നിൽക്കുക. ജനാപത്തുള്ള പുരുഷന്മാർ, വലിയ അശുദ്ധിയുള്ള ആളുകൾ അവരവിടുന്ന് മാറി നിൽക്കുക. അതൊക്കെ പിന്നെ സക്കറാത്തിന്റെ ഹാലത്തിൽ കിടക്കുന്ന ആളോട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ സമാനത്തൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. കാരണം വാപ്പ വയ്ക്കുകയാണെങ്കിലും അത് ലൈവായി മൊബൈലിൽ പകർത്തി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനാണ് എന്ത് ഷഹാദത്തി കൊടുക്കല്. മനുഷ്യന്മാർ എത്ര ക്രൂരന്മാരാണല്ലേ. ഇപ്പൊ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടൊരു കുട്ടി ബാത്റൂമിന്റെ അടുത്ത് വെച്ചൊരു പാമ്പിനെ പിടിക്കുക. വളർത്തുന്ന പാമ്പും വിഷപ്പെല്ലാം ഒഴിവാക്കിയ പാമ്പൊന്നും അല്ല, അതിൽ അരിച്ചു പോയൊരു പാമ്പിനെ ഈ കുട്ടി പിടിക്കുക. അപ്പൊ ആ പാമ്പ് വാപ്പാനൊക്കെയാണ് കുറച്ച് അന്തള്ള ആയതുകൊണ്ടായി കാരണം ഇത് കുട്ടിയാന്നുള്ള തിരിച്ചറിവ് കൊണ്ട് പാമ്പൊന്നും ചെയ്യണമെന്നില്ല. ഇത് പിന്നെ മൊബൈലില് പകർത്തണമെങ്കിൽ ഒരാളവിടെ വേണമല്ലോ. അപ്പൊ ഇത് ലൈവായിട്ട് ഇങ്ങനെ മൊബൈലിൽ പകർത്തുകയാണ്. എഡിറ്റിംഗ് വീഡിയോ മറ്റൊന്നും അല്ല, അത് കണ്ടറിയാലോ. മൊബൈൽ കൊണ്ടുള്ള പിടുത്തം നമുക്ക് അതിന്റെ ചലനവും മറ്റും കണ്ടറിയാം. അപ്പൊ ഇത് പിടിക്കണ നമുക്ക് ഓന്റെ മനസ്സിന്റെ കാഠിന്യത്രേ. ഈ സമയത്ത് ഈ കുട്ടീനെ പാമ്പൊന്നും കടിക്കാൻ സാധ്യതയില്ലേ. അവൻ അതല്ല വലിയ കാര്യം. ഇത് ലൈവായിട്ട് ആക്സിഡന്റ് ആയാൽ ചോര വാർന്നു പോണു, ലൈവായി പടയണത് ഇങ്ങനെ കിട്ടണം. അതല്ലേ ആധുനിക യുഗത്തിൽ മനുഷ്യന്റെ റഹ്മത്ത് നഷ്ടപ്പെട്ടു. റഹ്മത്ത് നഷ്ടപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങലും കുറഞ്ഞു. അള്ളാഹു തആല കാക്കട്ടെ. അതിങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതിലെ വഴി എത്തിപ്പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയണില്ല. അപ്പോ പിന്നെ ഹൈളുകാരികൾ, അശുദ്ധിയുള്ളവർ, അതേപോലെ വലിയ അശുദ്ധിയുള്ള ജനാപത്തുകാർ, ഇവരൊക്കെ അവിടുന്ന് മാറി നിൽക്കുക. ചില ആളുകളൊക്കെ അത് പറയും. വന്യരായ എന്റെ ഒരു ഉസ്താദ് വഫാത്തായി, അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് അതേപോലെ ഒരു 12 മണി സമയത്ത് ഉച്ചക്ക്, അപ്പൊ ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പാനായിട്ട് ഉസ്താദിന് വലിയ ബന്ധമായിരുന്നു. അപ്പൊ വേങ്ങര കോയപ്പാപ്പ ഉസ്താദിനോട് പറഞ്ഞിരുന്നു 12 മണിയാകുമ്പോൾ ഒടുക്കും പോകരുത്, അവിടെ പാപ്പാന്റെ അടുത്ത് വേണം. കോയപ്പാപ്പാന്റെ ഭാഷ ഇങ്ങനെയൊന്നുമല്ല. കോയപ്പാപ്പാന്റെ ഭാഷ വേറൊരു, അത് മൂപ്പര ആൾക്കാർക്ക് തിരിയുള്ളൂ. അത് നമുക്ക് ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു തുറന്നു പറയുന്ന സ്വഭാവമല്ല. അത് കിനായത്ത നിലക്കുള്ള സംസാരമൊക്കെ ഉണ്ടാവുള്ളൂ, സൂചിപ്പിച്ചുകൊണ്ടുള്ള വർത്താനങ്ങളൊക്കെ. കോയപ്പാപ്പ വലിയ മഹാനാണ്. കോയപ്പാപ്പാനെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തിരിച്ചറിയാൻ പറ്റാതെ പോയ കുറെ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ് ബഹുമാനപ്പെട്ടവരുടെ ആ മക്ബറയുടെ പിന്നെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. ശംസുൽ ഉലമ ഒരു മനുഷ്യനെ അംഗീകരിക്കണമെങ്കിൽ അയാൾ അംഗീകരിക്കാൻ പറ്റിയ ആളാവണം, അല്ലേ? ഒരാൾ വലിയാണോ അല്ലേ, ഷെയ്ഖാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കൽ ശംസുൽ ഉലമയാണ് കേരളത്തിലല്ലേ. ശംസുൽ ഉലമയാണ്. മൂപ്പർക്ക് ആത്മീയമായ ബന്ധമാണത്, ആത്മീയമായ ബന്ധം. അതിരാപട്ടണം അബ്ദുറഹ്മാൻ ഹസ്രത്ത്, അദ്ദേഹം ശംസുൽ ഉലമയുടെ ഒരു അനുസ്മരണ കുറിപ്പ് എഴുതിയത് ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ട്. അതിരാപട്ടണത്ത് ഒരു മൊസലഹത്ത് ചർച്ചയ്ക്ക് വേണ്ടി ശംസുൽ ഉലമനെ കൊണ്ടുപോവാണത്രേ. അപ്പൊ ഇവരെ വണ്ടിയിൽ കൂട്ടിപ്പോവാൻ വന്ന ആളുകളുടെ വാഹനത്തിൽ ഒരു സംസാരിക്കാൻ കഴിയാത്ത ഒരാളുണ്ട്, മിണ്ടാൻ കഴിയാത്ത ഒരാൾ. അങ്ങനെ ദാവൂദുൽ ഹക്കീമിന്റെ മക്ബറയിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞു. മുത്തുപേട്ട അവിടെ പോയി സിയാറത്ത് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. ഏകദേശം 1 മണിക്കൂറോളം സമയം മഹാനായ ശംസുൽ ഉലമ അവിടെ നിന്ന് ഒരു മുമ്പിലുള്ള ഒരാളോട് ഖിതാബ് നടത്തും പോലെ, സംസാരിക്കുന്നത് പോലെ അറബി ഭാഷയിൽ അവിടുന്ന് സംസാരിക്കുകയും ശംസുൽ ഉലമ പിന്നെ കുറച്ചു കഴിഞ്ഞ് പുറത്തു വന്നിട്ട് ഈ ആളോട് സംസാരിക്കാൻ പറയുകയും അയാളുടെ സംസാരം തുടങ്ങുകയും ചെയ്തു. ഇതിന് ദൃക്സാക്ഷിയായ, കണ്ണുകൊണ്ട് ഈ രംഗം മുഴുവൻ കണ്ട അബ്ദുറഹ്മാൻ ഹസ്രത്ത്, അദ്ദേഹം മുദ്രാപട്ടണത്തുകാരനാണ്, അദ്ദേഹം എഴുതിയതാണ്. വലിയ മഹാനാണ്. ആത്മീയമായി അദ്ദേഹത്തിന്റെ ബന്ധം അതാണ്. ആരെങ്കിലും എന്തോരും പറയും പോലെയല്ല, വലിയൊരു തന്നെയാണ്.
ബഹുമാനപ്പെട്ടവര് പിന്നെ കാസർഗോഡ് ഭാഗത്ത് ഒരു കാര്യപ്പെട്ട ഒരു മക്ബറ ഉണ്ട്. അത് ആരാണ് എന്താന്നുള്ള ആളുകൾക്ക് അത്ര അറിയൊന്നുമില്ല. പഴയ കാലം മുതൽ തന്നെ ആ മക്ബറ അവിടെ ഉണ്ട്. അങ്ങനെ കേരളത്തിൽ അറിയപ്പെട്ടൊരു പണ്ഡിതൻ, ആളെ പേര് ഞാൻ പറയണില്ല, ഒരാളെ ഇതിന്റെ പേരിൽ ചെറുതാവണ്ട, അങ്ങനെ തോന്നണ്ട, കാര്യപ്പെട്ട ആൾ തന്നെയാണ്, ചെറിയ ആളൊന്നുമല്ല, വലിയ ആൾ തന്നെ. അദ്ദേഹം ആ നേർച്ച നടത്തുന്നത്, ആ നാട്ടിൽ ചില ആളുകൾക്ക് ഇത് അറിയാത്ത ഒരാളായതുകൊണ്ട്, അത്ര പ്രശസ്തനല്ലാത്ത ഒരാളായതുകൊണ്ട് ആ നേർച്ച നടത്തുന്നത് അത്ര താല്പര്യം ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോ അതൊന്നും അങ്ങനെ അറിയുന്നില്ലെങ്കിൽ ആളെ നേർച്ച നടത്തണ്ട എന്ന് ഫത്വ കൊടുത്തത്രേ. അങ്ങനെ ഇതിൽ അനുഭവങ്ങള് മനുഷ്യന് വയറ് കേൾക്കണില്ലാറോ വലുതാണുള്ള അനുഭവങ്ങൾ. ഈ മഹാന്റെ കറാമത്ത് അനുഭവിച്ച പല ആളുകളുണ്ട്. അവർക്ക് ഇത് വലിയൊരു വിഷമം. അവര് ശംസുൽ ഉലമനെ സമീപിച്ചു. ശംസുൽ ഉലമ അദ്ദേഹത്തിന്റെ പ്രത്യേകമായൊരു അവസ്ഥ ഉണ്ട്. അതിനുശേഷം മഹാനവറുകൾ പറഞ്ഞു, അദ്ദേഹം വലിയല്ലെങ്കിൽ അള്ളാഹുവിന് ഔലിയാക്കളില്ല എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമക്ക് അത്രയും ആത്മീയമായ ബന്ധം. ഇതാരാണ്, എന്താണ്, എവിടുത്തുകാരനാണ് എന്ന്, അത് അള്ളാഹു ആയാലും അദ്ദേഹത്തിന്റെ ദറജ ഏതാണ് എന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല, അപൂർവം ചില ആളുകൾക്കൊഴികെ. മനസ്സിലായോ? അപ്പോ അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അപ്പൊ അങ്ങനെ ഭയങ്കര കോയപ്പാപ്പ വലിയ മഹാനാ. ശംസുൽ ഉലമ അംഗീകരിച്ച ആളാണ്, അതാ പറഞ്ഞു. ശംസുൽ ഉലമ അംഗീകരിച്ച ആളെന്നാണ്, ആള് മഹാൻ തന്നെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉസ്താദിനോട് ഇങ്ങനെ, വാപ്പ സുഖമില്ലാതെ കിടക്കാൻ, വലിയ മൂല്യരായിരുന്നു, വലിയ ആലിമായിരുന്നു ഉസ്താദിന്റെ പിതാവ്. അപ്പൊ ചൊവ്വാഴ്ച 12 മണിക്ക് എവിടേക്കും പോകരുതെന്ന് പറഞ്ഞു. അന്ന് രാവിലെ അസുഖത്തിനൊക്കെ വലിയ ആശ്വാസം. അപ്പൊ ജ്യേഷ്ഠനും ഇവരൊക്കെ, വാപ്പാക്ക് ഒരാശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി 2-3 ആഴ്ച അവിടെ കൂടിയിരുന്ന ജ്യേഷ്ഠത്തിയർ, അനിയന്മാർ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഉസ്താദ് പോയില്ല, കാരണം വാപ്പാപ്പ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതല്ലേ. ഏകദേശം 12 മണിയോടടുത്ത് അദ്ദേഹം സ്വയം പോയി വുളൂ ചെയ്ത് വന്ന് കട്ടിലിൽ നീണ്ടു നീർന്ന് കിടന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, ഈ ഹയലുൻ പിന്നെ അശുദ്ധിയുള്ള ആളുകള്, സ്ത്രീകള്, അതേപോലെ അജ്നബിയത്തായ സ്ത്രീകള് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ, ഒന്ന് വളർത്തുന്നൊന്നാണ് മാറി നിൽക്കാൻ പറ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തി. എന്നിട്ട് അദ്ദേഹം സുഖസുന്ദരമായി കിടന്ന് ഷഹാദത്ത് ചൊല്ലി മരണപ്പെട്ടു എന്ന്. അപ്പൊ ചില ആളുകൾക്കും അങ്ങനെ പറയാൻ ഒക്കെ കഴിയും. അപ്പൊ ആ പറച്ചിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. മലായിക്കത്തിന്റെ സാന്നിധ്യമുള്ള ഒരു സദസ്സല്ലേ, ഒരു സമയല്ലേ, മുഅ്മിനീങ്ങളായ ആളുകളാവും പ്രത്യേകിച്ചും. അപ്പോ ഹൈള്, നിഫാസ്, അതേപോലെ ജനാബത്ത് തുടങ്ങിയ അശുദ്ധിയുള്ള ആളുകൾ സക്കറാത്തിന്റെ ഹാലത്തിൽ കിടക്കുന്ന ആളുടെ അടുത്തുനിന്ന് സ്വയം അവര് തന്നെ മാറി നിൽക്കുക. അവിടെ ആ രംഗം കാണാൻ വേണ്ടി തടിച്ചുകൂടരുത്. അജ്നബിയത്തായ സ്ത്രീകളൊക്കെ മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് ഖൈറായ രീതിയിൽ മരണപ്പെടുന്നവരിൽ നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. ഇദാ മാത, അങ്ങനെ അയാൾ മരണപ്പെട്ടാൽ, ഉമ്മിളത്ത് ഐനാഹു, അയാളുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുക. കണ്ണടച്ചു കൊടുക്കുക, കണ്ണ് തുറന്നുകൊണ്ടിരിക്കും. സാധാരണ ഒരു പറച്ചിലുണ്ട്, കാണാൻ പൂതിയുള്ളവരെ കാണാൻ കഴിയാത്തോണ്ടാണ് കണ്ണ് തുറന്നടക്കണം എന്നൊക്കെ ഒരു പറച്ചിലുണ്ടല്ലേ. അല്ലാഹു അഅലം. കണ്ണ്, മനുഷ്യന്റെ ആത്മാവ്, റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത്, എടുക്കപ്പെടുന്നത് അവന്റെ കണ്ണുകളിൽ കൂടെയാണെന്നാണ്. അപ്പൊ റൂഹ് പോയ ദിശയിലേക്ക് അവന്റെ കണ്ണ് പെട്ടെന്ന് പോവും. അത് ചിലപ്പോ സൈഡുക്കായിരിക്കും, ചിലപ്പോ മുകളിലേക്കായിരിക്കും ഒക്കെ. അപ്പൊ ആ കണ്ണ് അങ്ങനെ തുറന്നു. പിന്നെ ആ കണ്ണ് അടക്കണമെങ്കിൽ ശരീരത്തിന് റൂഹില്ലല്ലോ, ജീവനില്ലല്ലോ. അപ്പൊ തുറന്നു കിടക്കും. ആ സമയത്ത് അത് അടച്ചില്ലെങ്കിലോ പിന്നെ ആ കണ്ണ് അടയില്ല, അടക്കാൻ കഴിയില്ല. പിന്നെ എത്ര അടച്ചാലും പിന്നെയും തുറന്നോളില്ല. ഇതൊരു പാത്രമല്ല, ഇതിപ്പോ റൂഹുള്ളതുകൊണ്ടല്ലേ നമുക്കിതൊക്കെ ചലിപ്പിക്കാനൊക്കെ കഴിയണേ. റൂഹില്ലെങ്കിൽ ഇതെന്താ, വെറും മണ്ണ് എന്നല്ലാതെ. അപ്പോ കണ്ണടച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ മയ്യത്ത് വികൃതമാവും. പയുസന്നു, കണ്ണ് അടക്കുന്ന ആള് ചൊല്ലണം, ചൊല്ലൽ സുന്നത്താണ്.
ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയാം, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. മറുപടി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. കണ്ണടച്ചു കൊടുക്കുമ്പോൾ ഇത് ചൊല്ലാം. വശുദ്ധ ലഹ്യാഹു വലുയ്യിന മഫാസിലഹു. അയാളുടെ താടി കെട്ടുക. വായ തുറന്നിരിക്കും ചിലപ്പോ. അപ്പൊ താടി കെട്ടുക. ഇവിടുന്ന് ഇങ്ങോട്ട് കെട്ടിയിട്ട് മൂർത്താവിലാണ് കെട്ടേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് അത് മുറുക്കി കെട്ടണ്ട, പൊട്ടിപ്പോവും. തറഞ്ഞു നിർത്തിയാൽ മതി, അല്ലെങ്കിൽ വായ തുറന്നിരിക്കും. വലുയ്യിന മഫാസിലഹു. കെണിപ്പുകളൊക്കെ ലൂസാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. കുളിപ്പിക്കുമ്പോൾ മയ്യത്തിനെ നമ്മൾ പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപം. ആ സമയത്ത് മയ്യത്തിനെ നമ്മൾ ഇരുത്തേണ്ടി വരും. ഇരുത്തുന്ന സമയത്ത് മയ്യത്തിന് ഇരുത്താൻ കഴിയില്ല. കെണിപ്പുകൾ ലൂസായിട്ടില്ലെങ്കിൽ മയ്യത്തിനെ ഇരുത്താൻ നോക്കിയാൽ മയ്യത്ത് എണീറ്റ് നിൽക്കുക ചെയ്യുക. കാരണം അതൊക്കെ ഉറച്ചു പോയിട്ടുണ്ടാവില്ലേ. പിന്നെ ഓനെ കുളിപ്പിക്കാൻ ആരാളെ വേറെ കൊണ്ടുവരേണ്ടി വരും. മനസ്സിലായോ? കുളിപ്പിക്കാൻ ചെന്നോനെ. അപ്പോ കെണിപ്പുകളൊക്കെ ലൂസാക്കി കൊടുക്കണം. അതൊക്കെ മരിച്ച ഉടനെ ചെയ്യേണ്ടതാണ്. റൂഹ് അയാൾ മരിച്ചു എന്ന് ഉറപ്പായാൽ ചെയ്യേണ്ട കാര്യം. കെണിപ്പുകൾ ലൂസാക്കുന്നത് എങ്ങനെങ്കിലും ലൂസാക്കല്ല. നമ്മളെ പുതിയ ചെക്കന്മാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓന്റെ യോഗയൊക്കെ മയ്യത്തിന്റെ മുകളിൽ പയറ്റും. യോഗ മയ്യത്തിന്റെ മേലിൽ പയറ്റും. മയ്യത്ത് ആകെ ഒടിഞ്ഞു നുറങ്ങിപ്പോവും. പിന്നെ കുളിപ്പിക്കാൻ എല്ലും ഉണ്ടാവില്ല, ഇറച്ചി എല്ലൊക്കെ വേറിട്ടുണ്ടാവും. അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനൊക്കെയാണ് ഇപ്പൊ ഈ ക്ലാസ് ഒക്കെ അവിടെ വെക്കണേ. മനുഷ്യന്മാർക്ക് ആവശ്യം വേണ്ടേ? മഫാസുലുകൾ, കെണിപ്പുകൾ. അതെങ്ങനെയാണ് കെണിപ്പുകള്? പിന്നെ മയ്യത്തിന്റെ കെണിപ്പുകൾ എങ്ങനെയാണ് ലൂസാക്കുക? ഇതാണ് അതിന്റെ രൂപം. നമ്മള് വിരലുകൾ ഒക്കെ, പിന്നെ കയ്യതാ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങോട്ട് മേലോട്ട് പൊക്കുക. മനസ്സിലായോ? എന്നിട്ട് കൈ നീർത്തുക അവിടുന്ന്, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അത് ഒരു 1-2-3 പ്രാവശ്യം തുടർച്ചയായി ചെയ്താൽ പിന്നെ ആ കെണിപ്പുകൾ എപ്പോഴും നമുക്കങ്ങനെ ഇളക്കാനും പിന്നെ ചലിപ്പിക്കാനും പറ്റും. അപ്പോ അത് ആ ചൂടാറുന്നത് വരെ ചെയ്തില്ലെങ്കിൽ മയ്യത്ത് തണുത്തുപോയാൽ പിന്നെ അത് അനങ്ങൂല, പിന്നെ പൊട്ടും. മയ്യത്തിന്റെ അവയവങ്ങൾക്കുള്ള ഹുർമത്ത് ജീവിച്ചിരിക്കുന്ന ആളോടുള്ള ഹുർമത്ത് പോലെ തന്നെയാണ്. അത് പൊട്ടിക്കാനൊന്നും പാടില്ല, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് കാലിപ്പോ എനിക്ക് ഇവിടെ ഇരുന്നോട് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈ കയ്യിൻ്റെ പോലെ തന്നെ കാല് ഇങ്ങോട്ട് മുട്ടിങ്ങോട്ട് മടക്കുക, എന്നിട്ട് ഈ മുട്ട് അവന്റെ ഇങ്ങനെ ഈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങോട്ട് മുട്ടിക്കുക. അമർത്തി മുട്ടിച്ചടങ്ങാറാക്കണ്ട. ഏകദേശം പരമാവധി ഇതിന്റെ ഓയത്ത് വരെ പരമാവധി ശ്രമിക്കാൻ നടത്തും. വല്ലാതെ ആയുമ്പോൾ മൊസൽ പിടിക്കരുത്. എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ കാല് നിർത്തുക, എന്നിട്ട് നേരെ വെക്കുക. മനസ്സിലായോ? ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആ അവയവങ്ങൾ, ആ കെണിപ്പുകളൊക്കെ ലൂസായി കിട്ടും. അത് ശരിക്കും കാണിച്ചു തരണം. ഇത് പിന്നെ അതാണ് അതിന്റെ രൂപം. അതല്ലാത്തൊരു കോലത്തിൽ ചെയ്യാൻ കഴിയില്ല. ഇത്ര ഫലം അതുകൊണ്ട് കിട്ടൂല. അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. ഈ കയ്യിന്റെയും കാലിന്റെയും കെണിപ്പുകളെ നമുക്ക് ഇതായി കിട്ടേണ്ടതുള്ളൂ. മനസ്സിലായോ? കാരണം ഇരിക്കാൻ ഈ നമ്മുടെ ഈ കാല് ഇങ്ങനെ പൊക്കലോട് കൂടെ തന്നെ ഈ ഇരുത്തത്തിന് സൗകര്യമായി കിട്ടും. 2 കാലിന്റെയും കെണിപ്പുകള് തൊടന്റെ എല്ലിന്റെ ആ ഭാഗത്തുള്ള കെണിപ്പുകൾ ലൂസാവുമല്ലോ. അപ്പോൾ പിന്നെ അത് ഇരിക്കാനും നിൽക്കാനും പറ്റുന്ന അവസ്ഥയിലേക്കാവും. മനസ്സിലായോ? അതാണ്. കുളിപ്പിക്കുന്ന സമയത്ത് ഇരുത്തേണ്ടി വരും. ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കളയണമെങ്കിൽ ഇരുത്തേണ്ടി വരും. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ വനുസിഅ സിയാബുഹു വസുതിറ ബദനുഹു ബിസൗബിൻ ഖഫീഫ്. വനുസിഅ സിയാബുഹു, മരിച്ച സമയത്ത് അയാൾ ധരിച്ച വസ്ത്രം ഊരിമാറ്റുക. മരിച്ച സമയത്ത് അയാൾ ഏത് വസ്ത്രത്തിലാണോ അയാൾ മരിച്ചത് ആ വസ്ത്രം മാറ്റുക. അത് വെച്ചുകൊണ്ടിരിക്കരുത്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ആ വസ്ത്രം മാറ്റുക. എന്നിട്ടോ വസുതിറ ബദനുഹു ബിസൗബിൻ ഖഫീഫിൻ, നേരിയ വസ്ത്രം കൊണ്ട് അയാളുടെ ശരീരം മറക്കുക.
നേരിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ധരിക്കുന്ന തുണി പോലുള്ളതൊക്കെ, അല്ലാതെ നിഴലടിച്ച് കാണുന്ന രീതിയിലുള്ളതാവാൻ പാടില്ല, തൊലി കാണുന്ന രൂപത്തിലുള്ളതാവാൻ പാടില്ല. മനസ്സിലായോ? നേരിയതെന്ന് പറഞ്ഞതാണ് മറ്റേ ഈ എന്താ ഇതിന് പറയാ, ബ്ലാങ്കറ്റ് ഒന്നും കൊണ്ടുവരണ്ടാന്ന്, മയ്യത്ത് പുഴുങ്ങിപ്പോകും. നേരിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉടുക്കുന്ന തുണി പോലുള്ള വസ്ത്രങ്ങൾ എന്തെങ്കിലും ശരീരത്തിൽ മറക്കുക. എന്നിട്ട് അയാളുടെ വയറിന്റെ മുകളിൽ ഭാരമുള്ള വല്ലതും വെക്കുക. ഭാരമുള്ളതെന്ന് പറഞ്ഞാൽ ഓവർ ഭാരമുള്ളതല്ല. അതെന്തിനാ? ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയലോടുകൂടെ ശരീരം ഫ്രീ ആയി. പിന്നെ ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ദ്വാരങ്ങൾ മുഴുവനും വെറും ഹോൾസുകളാണ്. അത് വെറും ഹോള. വായിലൂടെ മൂക്കിലൂടെ അവന്റെ ദ്വാരങ്ങളിൽ കൂടി എയർ, കാറ്റ് ഉള്ളിലേക്ക് കയറും. കാറ്റുള്ളിൽ കയറിയാൽ അവന്റെ വയറ് വീർക്കും. മനസ്സിലായോ? അപ്പൊ വയറ് വീർത്ത് ഇങ്ങനെ വരും. അത് മയ്യത്തിനെ വികൃതമാക്കും, ബുദ്ധിമുട്ടിലാക്കും. അപ്പൊ ആ പിന്നെ ഭാരമുള്ളത് വല്ലതും, ചെറിയൊരു ഭാരമുള്ളത് വല്ലതും വയറിന്മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വയറ് വീർത്തു വരില്ല. അതിനാണ് ഭാരമുള്ളത് വല്ലതും വയറിന്റെ മുകളിൽ വെക്കുക എന്ന് പറഞ്ഞത്. കട്ടില് പോലുള്ളതിന്റെ മുകളിൽ കിടത്തുക, വിരിക്കാതെ. കട്ടിലിന്റെ മുകളിൽ ബെഡിലൊന്നും കിടത്തരുത്, വിരിച്ച് കിടത്തും ചെയ്യരുത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കൊട്ടംപടി എന്നാണ് ഇതിന് പറയാം, അല്ലെ? കൊട്ടംപടി. നിങ്ങളുടെ നാട്ടില് കൊട്ടംപടി എന്നാണ് സാധനം വേറെ കാലം. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ പറയല് എന്ന് പറഞ്ഞത്. വെറും പടി, വിരിപ്പൊന്നുമില്ലാതെ വെറും പടിമേൽ കിടത്തുക. മുവജ്ജിഹല്ലിൽ ഖിബില, ഖിബിലയ്ക്ക് അഭിമുഖമാക്കി തിരിച്ചിട്ട് അങ്ങനെ കിടത്തുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ? ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതോടുകൂടെ മയ്യത്തിന്റെ മയ്യത്ത് ഇപ്പോ ഇനി കുളിപ്പിക്കലും മറ്റൊക്കെയാണ് ബാക്കിയുള്ളത്. അതിന്റെ മുമ്പ് കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് അയാളുടെ കടം വീട്ടാനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുക. ഇയാളുടെ ബാധ്യതകളും കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കുക. അതാണ് പിന്നെ ചെയ്യേണ്ടത്. ആ പള്ളിയിൽ പോയിട്ട് മയ്യത്ത് മുന്നിൽ വെച്ച് കവറിലേക്ക് എടുക്കുന്നതിന് മുമ്പ് പറയുന്നതാണ് ഒഴിവാക്കുക. അവിടെ പറയൽ ഒഴിവാക്കണം എന്നല്ല, അവിടെ പറഞ്ഞിട്ട് അത് മാത്രം ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക. ഇനി കേൾക്കാത്തവരും അറിയാത്തവരും വല്ല ഇടപാടുകാരും ഉണ്ടെങ്കിലോ എന്ന നിലക്ക് അവിടെ പറയൽ നല്ലതാണ്. അതല്ല പറഞ്ഞത്, അവിടെ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. അവിടെ മാത്രം പറയലിനെ ഒഴിവാക്കുക. എന്നിട്ട് അതിന്റെ മുമ്പ് ഇയാളുടെ അഹിലുകാര് കുടുംബങ്ങൾ എന്ത് ചെയ്യുക? ഇയാളുടെ കടം വല്ലതുണ്ടെങ്കിൽ അത് വീട്ടാൻ ഉള്ള ഏർപ്പാടുകൾ ചെയ്യുക. അത് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞത് ചെയ്യണം. എന്ത്? എഴുതി റെക്കോർഡാക്കണം. വസിയത്ത് ഉണ്ടായിരിക്കണം. വസിയത്ത് പിന്നെ വസിയത്ത് എന്നല്ല, കടത്തിന്റെ ബാധ്യതകളുടെ റെക്കോർഡ് വേണം, രേഖ വേണം. അപ്പോഴേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അയാളുടെ വസിയത്തുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വസിയത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വത്ത് സംബന്ധമായി, ബിസിനസ് സംബന്ധമായി, കുടുംബപരമായുള്ള വിഷയങ്ങളിലൊക്കെ വസിയത്ത് ഉണ്ടാവാം. അതൊക്കെ അതിന് മുമ്പ് നടത്താൻ പറ്റുന്നതൊക്കെ പെട്ടെന്ന് നടത്തുക. എല്ലാ കാര്യങ്ങളും അപ്പം നടത്താൻ പറ്റിക്കോണമെന്നില്ല. അത് പിന്നീടാക്കിയാലും നടത്താൻ പറ്റുന്നതൊക്കെ ആദ്യം ചെയ്യാം. എന്നിട്ട് പിന്നെ അയാളെ കുളിപ്പിക്കുക, പിന്നെ കഫൻ ചെയ്യുക, പിന്നെ നിസ്കരിക്കുക, പിന്നെ മറവ് ചെയ്യുക. ഇതാണല്ലോ അതിന്റെ രൂപം. ഇൻഷാ അല്ലാഹ് അവിടെ കേട്ടെ. അടുത്ത ആഴ്ച നമുക്ക് മയ്യത്ത് പിന്നെ കുളിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമും ഈമാനും തഖ്വയും നമുക്കും അഹ്ലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. 9 മണിക്ക് തുടങ്ങിയാലേ ഒരു ആവറേജ് വിഷയങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ് എടുക്കാൻ നമുക്ക് സമയം കിട്ടുള്ളൂ. എന്നാലേ ദ്വാരുന്ന റാഹത്തിൽ ദ്വാ ചെയ്ത് പിരിയാൻ കഴിയുള്ളൂ. അത് പരമാവധി 9 മണിക്കെങ്കിലും പരമാവധി എത്തിപ്പെടാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ പറ്റും. മറ്റേതൊരു 9:20 ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ. അങ്ങനെ നമുക്ക് സമയം ഇല്ല. അപ്പൊ 10:30 മുമ്പ് എങ്ങനെയെങ്കിലും പിരിയാൻ ശ്രമിക്കും വേണ്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാഫിആയ ഇൽമും ഈമാനും തഖ്വയും നമുക്കും അഹ്ലുകാർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ.
ദുആ വസിയത്ത് ചെയ്ത ആളുകളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലായി കൊടുക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നാഫിയായ ഇൽമും ഈമാനും തഖ്വയും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ ദോഷങ്ങളും നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ അഫൂ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ, സന്താനങ്ങൾ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ പൊറുക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ശാരീരികമായും മാനസികമായും ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളിൽ ആരെയും നീ പരീക്ഷിക്കരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ക്യാൻസർ പോലുള്ള രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയും അഹ്ലുകാരെയും ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അത്തരം രോഗങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രോഗത്തിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി, രോഗചികിത്സയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ സഹായാഭ്യർത്ഥനയുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പരിചയക്കാരും സുഹൃത്തുക്കളുമുണ്ട്. റഹ്മാനായ റബ്ബേ, മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി, മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി, കുടുംബത്തിൽപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്റെ സ്വത്ത് മുഴുവനും വിറ്റ് ചെലവഴിച്ച ശേഷം മറ്റുള്ളവരുടെ കാരുണ്യം പ്രതീക്ഷിച്ച് കൈകാട്ടി നടക്കേണ്ടി വന്ന പല ആളുകളുമുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹവായ ഫദ്ല് കൊണ്ട് അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്.